ഇപ്പം നമ്മുടെ ഇമെയിൽ ഐ ഡി ആണെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിൽ നിന്ന് മാത്രമാണോ നമുക്ക് കോളുകൾ വരുന്നത് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നത്? അല്ല, നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ ലോൺ അപ്രൂവ്ഡായി, ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ബാക്കി പ്രോസസ്സ് ചെയ്യുക. നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് ബാങ്കിലൊരു ട്രാൻസാക്ഷൻ നടത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യാനോ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ പബ്ലിക് വൈഫൈ വേണമെങ്കിൽ ഒരു ഹാക്കറിന് ഇതിലേ പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ഫുള്ള് അയാൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുവഴി ചിലപ്പോൾ യൂസർ നെയിമും പാസ്വേഡും പോലുള്ള പല സെൻസിറ്റീവ് കാര്യങ്ങൾ അയാൾക്ക് കിട്ടാം. നമ്മളെടുക്കുന്ന മെയിൻ പ്രിക്കോഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് അൺനോൺ നമ്പർ ആണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. കാര്യം ഇപ്പോൾ അഫ്സൽ പറഞ്ഞ് വളരെ കോമൺ ആയിട്ട് കുറച്ച് കാലമായി നടക്കുന്ന ഒരു സ്കാമാണ്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ആദർശ് നായരാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. താങ്ക് യു. USTയുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഹെഡും അതുപോലെ ഡയറക്ടറുമാണ്. അപ്പം കേരള പോലീസിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട് സെർവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് സൈബർ ക്രൈം എന്നുള്ളത് ആളുകൾ എത്രത്തോളം ബോധേഡാണ്, എത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ ഗൗരവം ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അഫ്സൽ പറഞ്ഞ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സൈബർ ക്രൈം. ഇപ്പം അഫ്സൽ പറഞ്ഞ കണക്ക് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് UST എന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. അവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിവിഷൻ്റെ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ സെക്യൂരിറ്റി കംപ്ലയൻസ് ഡിവിഷൻ ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു പൊസിഷൻ പറഞ്ഞത് ഞാൻ കേരള പോലീസ് സൈബർ ഡോം എന്നുള്ളത് കേരള പോലീസിൻ്റെ സൈബർ ഡിവിഷന് കീഴിലുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള പ്രൊഫഷണൽസിനും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഫോർ മേക്കിംഗ് ഷുവർ ദാറ്റ് നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആയിട്ട് നിർത്തുക എന്നതാണ് എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് നമ്മളിപ്പം എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. നമ്മളൊരു പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത ദിവസം കുറവാണ്. പല തരത്തിലുള്ള ക്രൈംസാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഇത് സ്റ്റാർട്ട് ചെയ്തതല്ല, പ്രത്യേകിച്ചും ഇതിലൊരു വലിയൊരു ഇൻക്രീസ് ഉണ്ടായത് നമ്മുടെ കോവിഡിന് ശേഷമാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. കാര്യം ലോക്ക്ഡൗൺ പോലുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ സ്കൂളുകൾ പോലും ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. കമ്പനീസ് വർക്ക് ഫ്രം ഹോം പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്തിനേത് നമ്മുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോലും ഒരു വെബ് ആപ്ലിക്കേഷനും ഒരു മൊബൈൽ ആപ്പും വന്ന് നമുക്ക് അതുവഴി സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സിറ്റുവേഷനിലോട്ട് എത്തി. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ചേഞ്ച് വന്നപ്പോൾ ഈ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി. അതാണ് ഈ സൈബർ ക്രൈം എക്സ്പൊണൻഷ്യലി കൂടാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഏകദേശം 40,000-ൽ കൂടുതൽ സൈബർ ക്രൈംസാണ് നമ്മുടെ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ കൂടി തന്നെ ഏകദേശം 698 കോടി രൂപയാണ് ഈ സൈബർ ക്രൈം വഴി നഷ്ടപ്പെട്ടത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഗൗരവം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഒരുപാട് പേര് ഇതിന് വിക്ടിം ആവുന്നുണ്ട്, ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമ്മൾ എല്ലാവരും നോക്കേണ്ട വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയും സൈബർ ഹൈജീനും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായി മാറുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പേഴ്സണൽ ഡാറ്റ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആ ബർത്ത്ഡേക്ക് നമ്മളൊരു നിലക്കും ബന്ധപ്പെടാത്ത പലതരം കമ്പനിയുടെ നമ്പറുകളിൽ നിന്നാണ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും മെയിലായിട്ടൊക്കെ നമ്മുടെ ബർത്ത്ഡേ വിഷസ് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, നമ്മളൊരു തരത്തിലും ആ കമ്പനിയെ നേരിട്ട് കാണുകയോ ഫോൺ വിളിക്കുകയോ അവരുടെ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ മെയിൽ ഐ ഡി അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതും, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഇന്ന ഡേറ്റിലാണെന്ന് അവർക്ക് മനസ്സിലാവുന്നതും, അപ്പോൾ എവരിത്തിങ് കണക്റ്റഡ് ആണ് എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടോ നിലവിൽ? നമ്മുടെ ഡേറ്റ എപ്പോഴും നമ്മുടെ റൈറ്റാണ് ആക്ച്വലി. പലപ്പോഴും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുക്കാതെയാണ് പലപ്പോഴും നമ്മുടെ ഡേറ്റ കൊടുക്കുന്നത്. ഇപ്പം അഫ്സൽ എൻ്റെ അടുത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്കെ, ആദർശിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് വേണം ഇവിടെ ഇൻ്റർവ്യൂവിന് വരാനായിട്ട്. അപ്പം
ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ വരുന്നതിന് അഫ്സലിന് എന്തിനാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എത്ര പേര് ചോദിക്കുന്നുണ്ട്? നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ചില കാറ്റഗറീസിന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമുണ്ട്. നമ്മുടെ ലിക്കർ പോലുള്ള പല സാധനങ്ങൾക്കും 18+ അങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് ഏജ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെ പ്രൂഫ് ആവശ്യമുണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ പോയി ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴോ ബില്ലിംഗ് സമയത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആവശ്യമുണ്ടോ? ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ആ നിമിഷം അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് എൻ്റെ ഒരു ആനിവേഴ്സറി ഡേറ്റോ അല്ലെങ്കിൽ എൻ്റെ ബർത്ത് ഡേറ്റോ വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് വരും. പക്ഷേ അത് അവിടെ നിന്ന് മാത്രമായിരിക്കത്തില്ല വരുന്നത്. എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. കാര്യം നമ്മൾ ഇന്നേ വരെ ഇൻട്രാക്ട് ചെയ്യാത്തതോ നമ്മൾ ഇന്നേ വരെ സംസാരിക്കാത്ത അല്ലെങ്കിൽ ഒരു സാധനം പോലും പർച്ചേസ് ചെയ്യാത്തതോ ആയ സ്ഥലങ്ങളിൽ നിന്ന് പോലും നമുക്ക് ബർത്ത്ഡേ മെസ്സേജസ് വരും. ഇത് ബർത്ത്ഡേ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കേസ് മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇമെയിൽ ഐ ഡി ആണെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിൽ നിന്ന് മാത്രമാണോ നമുക്ക് കോളുകൾ വരുന്നത് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നത്? അല്ല, നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരും. നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ ലോൺ അപ്രൂവ്ഡായി, ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ബാക്കി പ്രോസസ്സ് ചെയ്യുക. അല്ലെങ്കിൽ കോൾ വരും, ഇന്ന ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനിൽ നിങ്ങൾക്കൊരു അപ്രൂവ്ഡ് ലോണുണ്ട്, നോ ഡോക്യുമെൻറ്റേഷൻ, പെട്ടെന്ന് എനിക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് തരാം. ഇങ്ങനെയുള്ള കോൺവെർസേഷനിൽ കോളുകൾ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. ഇതൊരു ബർത്ത്ഡേ മെസ്സേജസിൻ്റെ കേസ് മാത്രമല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഡേറ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തിനാണ് കൊടുക്കുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യത നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. ഈ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകത കൂടെ ഒന്ന് പറയാമോ? എന്താണ് സാഹചര്യം എന്നുള്ളത്? ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പല രീതിയിൽ നമുക്ക് മിസ്യൂസ് ചെയ്യപ്പെടാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് എൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡീറ്റെയിൽസ് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. വേണമെങ്കിൽ എന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡിൽ എന്നെ പെടുത്താം. കാര്യം എൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് എന്നെ പറയാം, നിങ്ങളുടെ പേര് ഇതല്ലേ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതല്ലേ, ഞാൻ വിളിക്കുന്ന ബാങ്കിൽ നിന്നാണ്. പലപ്പോഴും നമ്മളൊരു ബാങ്കിൽ വിളിക്കുമ്പോൾ ആ ബാങ്ക് നമ്മളാണ് വിളിക്കുന്നതെന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പേര് ചോദിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സോ പിൻകോഡ്, അങ്ങനെ കുറേ കീ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടാണ് അവർ ഉറപ്പിക്കുന്നത് ഈ വിളിക്കുന്ന ആൾ യഥാർത്ഥ ഓണർ തന്നെയാണെന്ന്. നമുക്കൊരു കോൾ കിട്ടുകയാണ്, ആ കോളിൽ നിങ്ങളുടെ പേര് ഇതല്ലേ, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതല്ലേ, ഇമെയിൽ ഐ ഡി ഇതല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഒരു ട്രസ്റ്റ് നമുക്ക് വരും. അതായത് ഇത് വിളിക്കുന്ന ബാങ്കിൽ നിന്ന്, കാര്യം ഇത്രയും ഡീറ്റെയിൽസ് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ഞാൻ കൊടുത്ത എൻ്റെ ബാങ്ക് ഡോക്യുമെൻറ്റ്സിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇനി വേറൊരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു വിർച്വൽ അറസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ, ആ ഒരു കേസിൽ പലപ്പോഴും കോൾ വരുമ്പോൾ അവരും പറയുന്ന ഇതാണ്, നിങ്ങളുടെ പേര് ഇതാണ്, നിങ്ങളുടെ ആധാർ നമ്പർ ഇതാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതാണ്. വിശ്വസിക്കാം. കാര്യം എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ടും എന്നിലോട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മൾ നാച്ചുറലി വിശ്വസിച്ച് പോകും. അവിടെയാണ് ഈ ഓവറായിട്ട് ഡേറ്റ നമ്മൾ ശ്രദ്ധിക്കാതെ ഷെയർ ചെയ്താലുള്ള പ്രശ്നം എന്നുള്ളത്. അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. അത് നമ്മളിലേക്ക് എത്തിപ്പെടാൻ ഉള്ള ഒരു ചാനലായിട്ട് സൈബർ ക്രിമിനൽസ് യൂസ് ചെയ്യും. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്സസ് എന്നുള്ളത് ആധാർ കാർഡാണല്ലോ. അതെ, ഈ ഇടയായിട്ട് റീലുകളിലൊക്കെ കാണാറുണ്ട്, ഹോട്ടൽ മുറിയിൽ പോവുകയാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും ആധാർ കൊടുക്കരുത്, അതിൽ വലിയ വലിയ സ്കാം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ആധാർ നമ്മൾ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് നമുക്ക് നൽകിയൊരു ഡാറ്റ സംവിധാനം കൂടിയാണ്. അപ്പൊ ആധാർ അങ്ങനെ നമ്മൾ പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ലേ? എന്താണ് അതിന്റെ സംവിധാനം എന്നുള്ളത്? പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ അതിനു വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കുറേ ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. എനിക്കറിയില്ല എത്ര പേർക്ക് മാസ്ക്ഡ് ആധാർ എന്നൊരു സംഭവം അറിയാമെന്നറിയില്ല. കാര്യം നമ്മുടെ ഒരു ആധാറിന് 12 ഡിജിറ്റാണ് അതിൻ്റെ നമ്പർ എന്നുള്ളത്. 444 എന്നുള്ള 3 ബ്ലോക്കാണ് നമുക്കുള്ളത്. മാസ്ക്ഡ് ആധാർ എന്നുള്ളത് ആദ്യത്തെ 2 ബ്ലോക്ക് മാസ്ക്ഡ് ആയിരിക്കും, ലാസ്റ്റ് 4 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത് നമുക്ക് ഈസിലി നമുക്ക് ആധാറിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഹോട്ടലിൽ ചെക്ക് ഇൻ അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥലത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മാസ്ക്ഡ് ആധാർ കൊടുത്താൽ മതി. നമ്മുടെ ഫുൾ ആധാർ കൊടുത്തു കഴിയുമ്പോൾ
ആ ഫുൾ ആധാർ നമ്പർ റിവീൽ ചെയ്യുന്നത് അത് വേണമെങ്കിൽ സ്കാമേഴ്സിന് പല രീതിക്കും അവർക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വിളിച്ച് നമ്മുടെ ഫുൾ ആധാർ നമ്പർ പറയുവാണെങ്കിൽ കൂടുതൽ നമ്മൾ ബാങ്കുകളിലൊക്കെയാണ് നമ്മൾ ഫുൾ ആധാർ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുൾ ആധാർ നമ്പർ കൊടുക്കേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും LPG ഗ്യാസിൻ്റെയൊക്കെ സബ്സിഡി അങ്ങനെയൊക്കെയുള്ള പല കേസിന് നമ്മുടെ ഫുൾ ആധാർ നമ്പർ വേണ്ടി വരും. പക്ഷേ ഹോട്ടൽ പോലുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് മാസ്ക്ഡ് ആധാർ കൊടുത്താൽ മതി. അത് നമ്മൾ തന്നെ എടുക്കുന്നൊരു ഡിസിഷനാണ്. ആ സമയത്ത് ഈ വെരിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് നടക്കുമോ? ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ആയിട്ട് നമ്മുടെ ആധാർ അതോറിറ്റീസ് തന്നെ പറയുന്നുണ്ട്. ആ മാസ്ക്ഡ് ആധാറും പെർഫെക്റ്റ്ലി അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹോട്ടൽ പെർസ്പെക്റ്റീവിൽ അവരെന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് ആ വരുന്ന ആളിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം. ഞാൻ വേറൊരാളുടെ പേരിൽ റൂം എടുത്ത് അവിടെ ഒരു ക്രൈം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ള് ഹോട്ടലുകാർക്കായിരിക്കും. അത് തിരിച്ചത് ആര് ചെയ്തു എന്ന് അവർക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ദേ നീഡ് ആൻ ഐഡൻറ്റിറ്റി റൈറ്റ്. അതിന് വേണ്ടിയാണ് അവർ ID കാർഡ് വാങ്ങിക്കുന്നത്. അതിന് അവർക്ക് മാസ്ക്ഡ് ആധാർ മതി. പബ്ലിക് വൈഫൈ ആണ് മറ്റൊരു കാര്യം. ഇതുപോലെ പലപ്പോഴും സ്കാമിന് ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഡിജിറ്റൽ ഡാറ്റ കിട്ടുന്നതും ഈ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്ന സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലോ അതല്ലെങ്കിൽ എയർപോർട്ടിലോ മറ്റ് സംവിധാനങ്ങളിലൊക്കെ പബ്ലിക് വൈഫൈ ഉപയോഗിച്ചാൽ ശരിക്കും അത് പ്രശ്നമാണോ? പബ്ലിക് വൈഫൈ ആ പേരിൽ നിന്ന് തന്നെയാണ് പബ്ലിക്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വൈഫൈ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല ഉദ്ദേശമുള്ള ആൾക്കാരും കാണും, ബാഡ് ഇൻറ്റൻഷനുള്ള ആൾക്കാരും കാണും. ഓക്കെ, ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മളത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അഫ്സൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് ബാങ്കിലോ ട്രാൻസാക്ഷൻ നടത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യാനോ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ പബ്ലിക് വൈഫൈ വേണമെങ്കിൽ ഒരു ഹാക്കറിന് ഇതിലേ പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ഫുള്ള് അയാൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുവഴി ചിലപ്പോൾ യൂസർ നെയിമും പാസ്വേഡും പോലുള്ള പല സെൻസിറ്റീവ് കാര്യങ്ങൾ അയാൾക്ക് കിട്ടാം. അടുത്തൊരു കേസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഒരു ഫ്രീ വൈഫൈ ഉണ്ട്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഒന്ന് വൈഫൈ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈഫൈകൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം എനിക്കൊരു മലീഷ്യസ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ എയർപോർട്ടിൻ്റെ പേരിനോട് സാമ്യമുള്ള രീതിയിൽ ഒരു വൈഫൈ നെയിം ക്രിയേറ്റ് ചെയ്ത് അതവിടെ അങ്ങ് അപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ അത് ഫ്രീ വൈഫൈ എന്ന രീതിയിൽ കണക്ട് ചെയ്യുകയും അതുവഴി എനിക്ക് ഏതൊരു എക്സ്റ്റെൻറ്റ് വേണമെങ്കിലും പോവാം. എനിക്ക് വേണമെങ്കിൽ അവർ എന്തൊക്കെ ബ്രൗസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ എന്തെന്നുള്ളത് മുഴുവൻ എൻ്റെ കൺട്രോളിലൂടെ ആയിരിക്കും പോകുന്നത്. ഒരു ഫസ്റ്റ് കേസ് സിനാരിയോ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ സിസ്റ്റത്തിലോട്ട് വേണമെങ്കിൽ ഒരു മാൽവെയറിന് ഇൻജെക്റ്റ് ചെയ്യുകയോ അതുവഴി അവരുടെ സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാനോ പറ്റും. ആ എക്സ്റ്റെൻറ്റിലോട്ടും പോകാൻ പറ്റും. സോ ഒരു പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഓതറൈസ്ഡ് വൈഫൈ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. കാര്യം പലപ്പോഴും നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കണക്ട് ചെയ്ത ശേഷം ഒരു ക്യാപ്റ്റീവ് പോർട്ടൽ വരും. അവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അതിലൊരു OTP വരും നമുക്ക്. എന്നിട്ട് അത് കൊടുത്താൽ മാത്രമേ നമ്മൾ നെറ്റ് കണക്റ്റ് ആവത്തുള്ളൂ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ട്രാക്ക് ചെയ്യണം ഇത് ഏത് യൂസറാണ് കണക്ട് ചെയ്തത്, അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ട്രാൻസാക്ഷൻസും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ സേഫായിട്ട് പബ്ലിക് വൈഫൈ യൂസ് ചെയ്യാം. ഇത് ഒരാളുകൾക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കും. മുഴുവൻ വായിച്ചു നോക്കില്ല, കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അക്സെപ്റ്റ് ആൾ കുക്കീസ് എന്നുള്ളത് നമ്മൾ ഓക്കെ എന്നല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദർശിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ വെബിൽ നോക്കിയ സമയത്ത് ആദർശിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോഴും സെയിം സാധനം കാണിക്കുന്നുണ്ട്, കുക്കി അക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചാലും നമ്മൾ ഓക്കെ പറഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്ക് അത് നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. കാര്യം ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒന്നിനും സമയമില്ല, ഒന്നിനും ക്ഷമയില്ല. ഓക്കെ, ഇപ്പം നമ്മളൊരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കുമ്പോൾ എത്ര പേര് അതിൻ്റെ വായിച്ച് നോക്കുന്നുണ്ട്. പലപ്പോഴും എഗ്രിമെൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരും ഒപ്പിടത്തില്ല. ആ രീതിയിലുള്ള കോൺട്രാക്ച്വൽ ക്ലോസസ് ആയിരിക്കും അതിൽ വയ്ക്കുന്നത്. ബട്ട് അത് ആ ലീഗൽ റിക്വയർമെൻ്റ് ആണ് അങ്ങനെ വയ്ക്കണം എന്നുള്ളത്. അതുപോലെ ഒരു വെബ്സൈറ്റ് ഞാൻ എടുക്കുമ്പോൾ ഈ വെബ്സൈറ്റ് പലതും വർക്ക് ചെയ്യുന്നത് കുക്കി എന്നൊരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ വെബ്സൈറ്റ്സിൽ നടക്കുന്നത്. അതായത് ക്ലയൻ്റായിട്ട് എൻ്റെ ബ്രൗസർ ക്രോമോ ഫയർഫോക്സോ ഉള്ള ബ്രൗസറും വർക്ക് ചെയ്യും. സെർവർ എന്നുള്ളത് അവരുടെ സൈഡിലുള്ള എവിടെയാണോ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് സെർവറായിട്ടും ആക്ട് ചെയ്യും.
ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആക്കാനും കുറച്ചും കൂടെ കസ്റ്റമൈസ് രീതിയിലാക്കാനും വേണ്ടിയാണ് കൂടുതലും കുക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുക്കിക്കകത്ത് ഒരുപാട് ഇൻഫർമേഷൻ കാണും. അതായത് എൻ്റെ IP അഡ്രസ്സ് കാണും, എൻ്റെ ബ്രൗസിങ് ഹിസ്റ്ററി കാണും, പിന്നെ എൻ്റെ ലൊക്കേഷൻ കാണും, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് കാണും. പിന്നെ മിക്കവാറും സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മെറ്റയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ലോഗിൻ ചെയ്ത് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ലോഗ് ഔട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെയും ഞാൻ അടുത്ത ദിവസം ഞാൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എടുക്കുന്ന ടൈമിൽ പിന്നെ എനിക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് എൻ്റെ ഹോം പേജിലോട്ട് കയറി പോകുന്നുണ്ട്. ഇത് അതിൻ്റെ അകത്ത് കുക്കിക്കകത്തുള്ള ടോക്കണാണ്. ഒരു ഒതൻറ്റിക്കേഷൻ ടോക്കൺ അതിൻ്റെ അകത്തുണ്ട്. അത് വെച്ചാണ് എൻ്റെ സെർവർ വാലിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആദർശം തന്നെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഒരു കുക്കി നമ്മൾ പലപ്പോഴും വരുമ്പോൾ ഒരു 2 ഓപ്ഷൻസ് മിക്കവാറും കാണും. അക്സെപ്റ്റ് ഓൾ കുക്കീസും അക്സെപ്റ്റ് നെസസറി കുക്കീസും. ആ നെസസറി കുക്കീസ് എന്തായാലും വേണം, എന്നാൽ മാത്രമേ ആ വെബ്സൈറ്റിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾ കുക്കീസിൽ ചിലപ്പോൾ ചില കുക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിനായിരിക്കും. അതായത് എൻ്റെ ബ്രൗസിങ് ബിഹേവിയർ ഞാൻ ഫുള്ള് നോക്കുന്നത് മൊബൈൽ ഫോൺസാണ്. അപ്പോൾ എന്താ, എൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത് മൊബൈൽ ഫോൺസിലാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ എൻ്റെ കുക്കി വഴി, എൻ്റെ ബ്രൗസിങ് ഹിസ്റ്ററി വഴി അവർക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അടുത്തൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ടാർഗറ്റായിട്ട് മൊബൈൽ ഫോൺസിൻ്റെ ആഡ് എനിക്ക് തരാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ബേസിക്കലി ഒരു ടാർഗറ്റ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് അഡ്വർടൈസ്മെൻറ്റ് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ നെസസറി കുക്കീസ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് പോയാൽ മതി. അതാണ് ഏറ്റവും ഒരു അഡ്വൈസബിളും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലൈൻ പർച്ചേസിൻ്റെ കാലത്ത് ഈ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ വരുന്നത് വല്ല തേങ്ങയോ അതല്ലെങ്കിൽ ഷൂ ഒക്കെ ആയിരിക്കും എന്നുള്ളത് പലപ്പോഴും മിക്ക ദിവസങ്ങളിലും വാർത്തകളിലുണ്ട്. നല്ല പണം കൊടുത്ത് ഓർഡർ ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നത് ഒരു ചീപ്പ് ലോക്കലായിട്ടുള്ള മറ്റു പ്രോഡക്റ്റ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഉപയോഗിക്കാം എന്നൊരു കാര്യം ഉണ്ടല്ലോ. അതിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് വെബ്സൈറ്റിലുണ്ട്. അതുവഴി ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും ചീറ്റിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ട്രസ്റ്റഡ് ആയിട്ട് ആൾക്കാർ അവരൊരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു വെബ്സൈറ്റ് നോക്കുമ്പോൾ നമ്മൾ എത്ര പേര് ചെക്ക് ചെയ്യുന്നുണ്ട്, അത് ഫ്ലിപ്കാർട്ട് ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് എന്ന പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് തന്നെയാണെന്ന് എത്ര പേര് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് എന്താണ്, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലാണ് നോക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡൊമൈൻ അല്ലെങ്കിൽ URL അഡ്രസ്സ് flipkart.com ആണെന്ന് എത്ര പേര് ചെക്ക് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാനൊരു ഡൊമൈൻ വാങ്ങി, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആർക്ക് വേണോ വാങ്ങിക്കാൻ പറ്റും. ഞാൻ FLIPKART വരെ FLPKART ഐ ഇല്ല, പക്ഷെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അവിടെ ഐ ഉണ്ടോ ഇല്ലയെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. ഉണ്ടാവും. കാര്യം പലപ്പോഴും ഈ ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ തന്നെ അവർ ഇങ്ങനെയുള്ള മാക്സിമം ഡൊമൈൻസ് അവർ വാങ്ങിച്ചു വയ്ക്കും, വേറെ ആരും മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാണ്ട്. ഞാനതൊരു ഉദാഹരണം പറഞ്ഞു ഫ്ലിപ്കാർട്ടിൻ്റെ കേസ്. പക്ഷേ ഐ മിസ്സായി കഴിഞ്ഞാൽ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. ഓൺലൈൻ SBI.com അവിടെ ഐ ഇല്ലെങ്കിൽ അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു ഇല്യൂഷനാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ ഐ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഞാൻ ആക്സസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടാണ് ഉദ്ദേശിച്ചെങ്കിലും ഞാൻ ഫ്ലിപ്കാർട്ട് തന്നെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒരു ഫാക്ടർ. സെക്കൻഡ്, ഞാൻ എപ്പോഴും നമ്മൾ പുറകെ പോകുന്നത് ഓഫേഴ്സിൻ്റെ പുറകെയാണ് അല്ലേ. ഇപ്പം ഒരു ബിഗ് ബില്യൺ ഡേ വന്നാലും ഒരു ആമസോൺ മിഡ് നൈറ്റ് സെയിൽ വന്നാലും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കും. രാത്രി 12 മണി വരെ കാത്തിരിക്കും. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞ അപ്പം വാങ്ങിക്കും. നമ്മുടെ വീട്ടിലുള്ള പല സ്കാമുകളും എഫ്സലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് കിട്ടുന്ന പല സാധനങ്ങളും, സ്കൂട്ടറുകൾ, പല സാധനങ്ങളും. എന്തുകൊണ്ട് നമ്മൾ അതിലൊരുപാട് അലയനായി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ആനുകൂല്യം കിട്ടും. അത് ഇനി എത്ര ക്യാഷ് ഉള്ളവനാണെങ്കിലും എത്ര ക്യാഷ് ഇല്ലാത്തവനാണെങ്കിലും ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് 1 ലക്ഷം രൂപയുള്ള ഒരു ഐഫോൺ 50,000 രൂപയ്ക്ക് കിട്ടുക. ഒരു
എന്താണ് ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഡീലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വരുമ്പോൾ അത് നമ്മൾ ഒരിക്കലും കേട്ടില്ലാത്തൊരു വെബ്സൈറ്റ് ആയിരിക്കാം. പക്ഷേ 1,00,000 രൂപയുടെ സാധനം 50,000 പോട്ടെ, 1,00,000 രൂപയുടെ സാധനം 5,000 രൂപയ്ക്ക് കിട്ടുമെന്ന് വെച്ചോ. പോയി കഴിഞ്ഞാൽ 5,000, കിട്ടിയ 1,00,000, 1,00,000ത്തിൻ്റെ ഐഫോൺ അല്ലേ. ക്ലിക്ക് ചെയ്യും, 5,000 രൂപ വേണമെങ്കിൽ ഞാൻ പേ ചെയ്യും. പൈസ പോകുന്നതൊക്കെ സെക്കൻഡ് 5,000 രൂപ ആയിരിക്കത്തില്ല പോകുന്നത്. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കവർന്ന് കൊണ്ടുപോകുന്നില്ല. അത് മാത്രമല്ല, കാര്യം 5,000 രൂപ കൊടുത്ത് ഞാൻ പേ ചെയ്യുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത് ചിലപ്പോൾ 5,00,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 50,000 രൂപയായിരിക്കും. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് വരുന്ന OTP? കാര്യം നമ്മൾ ബാങ്ക് എല്ലാം ഇപ്പം OTP വഴി സെക്യൂർഡാണ്. ഒരു മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറയും. നമ്മൾ ബാങ്കിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം പോരാ, എൻ്റെ മൊബൈലിൽ വരുന്നൊരു OTP കൂടി ഞാൻ കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ 5,000 രൂപ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, എൻ്റെ ഫോണിലൊരു OTP വന്നു. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് OTPയിൽ എത്ര എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ആണെന്ന്, അല്ലെങ്കിൽ OTP മെസ്സേജിൽ എത്ര എമൗണ്ട് ട്രാൻസാക്ഷൻ ആണെന്ന്. OTP വരുന്നു അതും കൊടുക്കുന്നു. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം മുമ്പ് ഉണ്ടായതാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജോബ് സൈറ്റിൽ അപ്ലൈ ചെയ്തു. ഒരു ജോബ് സെർച്ചിങ് ആയിരുന്നു. അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജോബ് ഹണ്ടിങ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. ഒരു ബേസിക് പാക്കേജ് എടുത്തു. കാര്യം അവർ അറിയാലോ, നമ്മൾ ഫ്രീ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഉടനെ അവരെ കസ്റ്റമർ കെയറിന് കോൾ വന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവർ അപ്ഗ്രേഡ് ചെയ്യിപ്പിച്ച് അടുത്ത സബ്സ്ക്രിപ്ഷനിലോട്ട് കൊണ്ടുപോകും. സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വേറൊരു കോൾ വന്നു. അതായത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നാളെയാണ് ഇൻ്റർവ്യൂ. ഒരു വലിയൊരു മൾട്ടിനാഷണൽ ഒരു ഡ്രീം കമ്പനിയുടെ പേരാണ് പറഞ്ഞത്. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറേ പ്രോസസ്സിംഗ് ആയിട്ട് ഒരു 10 രൂപയുടെ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യണം. 10 രൂപ കൂടുതൽ 10 രൂപ. ശരി, ഓക്കെ, 10 രൂപയല്ലേ. കാര്യം എനിക്ക് നാളെ അവിടെ കിട്ടുന്ന പാക്കേജ് എന്നുള്ളത് 20 ലക്ഷം 30 ലക്ഷം ആയിരിക്കും പാക്കേജ് കിട്ടുന്നത്. ഒരു വെബ്സൈറ്റൊക്കെ കൊടുത്തു. ആ വെബ്സൈറ്റിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറി കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? OTP വരും. OTP വന്നപ്പോൾ 10 രൂപയ്ക്ക് വരാം അവരവിടെ ചോദിച്ചേക്കുന്നത് 1,00,000 രൂപയാണ്. ആ OTPക്കകത്ത് അപ്പിൻ്റെ ട്രാൻസാക്ഷൻ ഓഫ് 1,00,000 റുപ്പീസിന് ഉള്ള OTP ഇതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഫ്രണ്ടിന് ആക്ച്വലി ഒരു ഡൗട്ടല്ല, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അപ്പുറത്തെ സൈഡിൽ നിന്ന് കസ്റ്റമർ കെയറിലുള്ള ആൾ ഓൺ കോളാണ്. അപ്പോൾ പറഞ്ഞു, ഇത് 1,00,000-ത്തിനാണല്ലോ 10 രൂപയല്ലേ വന്നത്. അയ്യോ സോറി, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു കാര്യം ചെയ്യുമോ, ആ വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാമോ എന്ന്. കാര്യം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താലും അവന് OTP കിട്ടുമല്ലോ. അപ്പം ചോദിച്ചു ഇപ്പോൾ ഈ ഫ്രണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ കാർഡ് അപ്പോഴേ ബ്ലോക്ക് ചെയ്തു. നമുക്ക് കാർഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിങ് കയറി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ബ്ലോക്ക് ചെയ്തിട്ട് ഈ OTP കൊടുത്തു. ഫെയിലായി. കാര്യം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കത്തില്ലല്ലോ. അവർ പറഞ്ഞു എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഒരു OTP കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ OTP ഷെയർ ചെയ്തു. OTP വന്നു. അതിലും 1,00,000 റുപ്പീസ് തന്നെയാണ്. ഇത് ചോദിച്ചാൽ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഞാൻ ഇവിടെ നിന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്നും പറഞ്ഞ് ആ കോള് ഡ്രോപ്പായി. പിന്നെ ആ കോൾ അവിടെ നിന്ന് വന്നിട്ടില്ല. ആ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അവിടെ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു, റീഫണ്ട് എന്ന് പറയുന്നത്. ശരി, ഇങ്ങനെ ആരെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OTP പറഞ്ഞു കൊടുത്ത് 1,00,000 പോയി കഴിഞ്ഞെങ്കിൽ ആ കസ്റ്റമർ കെയറിൽ നിന്ന് അടുത്ത പറയാൻ പോകുന്നത് ഓക്കെ, സോ അതെന്തോ മിസ്റ്റേക്കാണ്, നിങ്ങൾക്ക് ആ സൈഡിലൊരു റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ കൂടെ പോകും. അടുത്ത OTP വരും, ആ പൈസയും കൂടെ പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു ധൃതിയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള പലപ്പോഴും പ്രശ്നങ്ങളാണുള്ളത്. കാര്യം എപ്പോഴും നമുക്ക് ഒരുപാട് അവയർനെസ് കിട്ടുന്നുണ്ടല്ലേ, സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് അവയർനെസ് കിട്ടും. കാര്യം നമ്മൾ OTP കൊടുക്കാൻ പാടില്ല, പാസ്വേഡ് കൊടുക്കാൻ പാടില്ല. എന്തിനിപ്പം നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 30 സെക്കൻഡ് എന്നുള്ളത് എല്ലാ ടൈപ്പ് സ്കാമുകളെയും ഫ്രോഡിനെയും കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഇതിൽ പോയി വീഴുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഈ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു OTP കൊടുക്കരുതെന്ന് എനിക്കറിയാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ അവരെപ്പോഴും ശ്രമിക്കുന്നത് നമ്മളെ പാനിക് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം അന്ന് എൻ്റെ പേരിൽ ഒരു കൊറിയറുണ്ട്, പലപ്പോഴും അവർ പറയുന്ന ഒരു കേസ് എന്നുള്ളത് ഒരു
ഒരു കൊറിയറിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പാഴ്സൽ Customs റിട്ടേൺ ആയി, അത് കസ്റ്റംസുകാർ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കസ്റ്റംസ് ഓഫീസിൽ കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ ഓഫീസേഴ്സ് പറയുന്നത് ഇതിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ആ കാര്യങ്ങളുണ്ട്, ഡ്രഗ്സ്, ഫേക്ക് പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഒരു പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ പറയും ശരി നിങ്ങൾ ഫൈൻ അടയ്ക്കണം എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം, ഓക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനൊരു കേസ് പുറത്തു വന്ന് എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താ ഒരു മാനഹാനി, പൈസ കൊടുത്താൽ പിന്നെയും വരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, റിസ്ക്. അതെ വന്നാൽ ഞാൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ കുറേ നാൾ നടക്കണം. പക്ഷെ അപ്പോഴത്തേക്കും എൻ്റെ റെപ്യൂട്ടേഷൻ, എൻ്റെ ഇമേജിനുണ്ടാവുന്ന ഡാമേജ് ആണോ ഞാൻ ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് പലർക്കും വരുന്നത്. പക്ഷേ ഈ പൈസ പോയി കഴിഞ്ഞ് വീണ്ടും ഇത് സംഭവിക്കുമ്പോഴാണ് തങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത്. അവസരം നേരത്തെ വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സൈബർ ക്രൈംസിൻ്റെ ഒരു എന്താ ഏത് സ്റ്റേജ് എങ്ങനെയാണ് എവിടെ വരെ എത്തിക്കുന്നില്ല. അതൊരു പ്രധാന കാര്യം, എത്ര കേസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കേസാണ്, എനിക്കൊരു അബദ്ധം പറ്റി, ഞാനൊരു വലിയ പൊസിഷനിൽ നിൽക്കുകയാണ്, ഞാനത് കേസാക്കി വാർത്തയാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമോ അതോ മിണ്ടാതിരിക്കുമോ, പോയത് പോട്ടെ എന്നുള്ള രീതിയിൽ പണം കൊടുത്തതിന്റെ മാനഹാനി. അതെ കാര്യം ഇത്രയും അവയർനെസ്സും ക്ലാസ് എല്ലാം കൊടുത്തിട്ട് പൈസ പോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ ഇമേജിനെയാണ് ബാധിക്കുന്നത്. അപ്പം അതാണോ ആ പോയ പൈസ പോട്ടെ എന്ന് ചിന്തിക്കുക. സമീപകാലത്ത് കണ്ട തട്ടിപ്പുകളുടെ ഒരു പുതിയ മുഖമാണ് ഈ വാട്സപ്പിൽ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു വീഡിയോ കോൾ വരും. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കട്ടാവും, പിന്നീട് നമുക്കൊരു കോൾ വരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ന്യൂഡ് വീഡിയോ ആയിരിക്കും, അതിൽ പലതരത്തിൽ തട്ടിപ്പിന് മുഖമുണ്ട്. അപ്പൊ ഇത്തരം വീഡിയോകൾ വരുമ്പോൾ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത്? നമ്മളെടുക്കുന്ന മെയിൻ പ്രിക്കോഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് അൺനോൺ നമ്പർ ആണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. കാര്യം ഇപ്പോൾ അഫ്സൽ പറഞ്ഞ വളരെ കോമൺ ആയിട്ട് കുറച്ച് കാലമായി നടക്കുന്ന ഒരു സ്കാമാണ്. അതായത് അപ്പുറത്തെ സൈഡിലൊരു ലേഡി തന്നെ ആവണമെന്നില്ല, അവരൊരു വീഡിയോയോ ഒരു പോൺ സൈഡിൽ ഏതെങ്കിലും വീഡിയോ എടുത്ത് അത് കാണിച്ചിട്ടായിരിക്കും ഇപ്പുറത്തൊരാളുമായിട്ട്, ഇപ്പം ഞാൻ വീഡിയോ അറ്റൻഡ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് എൻ്റെ ഫേസ് ആയിരിക്കും വരുന്നത്, അപ്പുറത്ത് ഇതും കൂടെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് എനിക്ക് അയച്ചിട്ട് എന്ത് ചെയ്യും, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതായത് ഞങ്ങളിത് പബ്ലിഷ് ചെയ്യും. പക്ഷേ ഞാൻ സംഭവിച്ചത് എന്താണെന്ന് എത്ര പേര് പറഞ്ഞാൽ മനസ്സിലാക്കുമത്? ഇത് പ്രചരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിയുള്ള റിപ്പോർക്കേഷൻസ് ആലോചിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും. ബേസിക്കലി ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യല്, പ്രത്യേകിച്ചും വീഡിയോ കോൾസ് ആണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യരുത്. അടുത്തൊരു കേസ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഇപ്പം കണ്ടുവരുന്നൊരു സ്ട്രാറ്റജിയാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചായിരിക്കും നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു കേസ് റീസെൻ്റ്ലി ഞാൻ ന്യൂസിൽ വായിച്ചതാണ്. ഒരു പുറത്തെവിടെ ജോലി ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ച് വൈഫിനോട് ചാറ്റ് ചെയ്ത് വൈഫിൻ്റെ ഒരു പൈസ ചോദിച്ച സമയത്ത് പുള്ളിക്കാരിക്ക് സംശയം തോന്നി നോക്കിയപ്പോഴാണ് അത് ഹസ്ബൻഡിൻ്റെ നെയിമല്ല, ഫേക്ക് ആയിരുന്നു എന്ന് ഉള്ള സിറ്റുവേഷനിലോട്ട് വന്നത്. നിങ്ങൾക്ക് കേരളത്തിലൊന്നും നടന്നൊരു കേസാണത്. സോ നമ്മളുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അതിപ്പോൾ ഈസി അല്ലേ. ഫേസ്ബുക്ക് വഴി അത് വളരെ സജീവമായി നടക്കുന്നുണ്ടല്ലോ. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സഞ്ചറിൽ പോയിട്ട് ഹോസ്പിറ്റൽ കേസാണ് ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത്. പല ആളുകളും അപ്പത്തെ എമർജൻസി അല്ലെങ്കിൽ പണം അയച്ചു കൊടുത്തിട്ട് പിന്നെയാണ് അന്വേഷിക്കുന്ന ഘട്ടം വരുന്നത്. അതെ, കാര്യം അത് ഈ സൈബർ ക്രിമിനൽസ് ഇതിനെല്ലാം ബേസിക്കലി പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ഈ കാറ്റഗറി ഓഫ് സൈബർ അറ്റാക്സിന് അല്ലെങ്കിൽ സൈബർ ക്രൈംസിനെ പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാളിൽ നിന്ന് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുകയോ എന്നുള്ള രീതിയിൽ. പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ പാരൻസ് പറഞ്ഞിട്ടില്ലേ, കഴിക്കാനായിട്ട് അമ്പിളിമാവനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അവിടെ തുടങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊരു OTP ഫ്രോഡ്. എന്നെ വിളിച്ചിട്ട് എന്നെ വിശ്വസിപ്പിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് നടന്നു, നിങ്ങൾക്ക് ഇത്രയും പൈസ പോയി, ഞങ്ങളിവിടെ ഉണ്ട് സഹായിക്കുകയാണെന്നുള്ളൊരു ട്രസ്റ്റും ബിൽഡ് ചെയ്തെടുത്ത ശേഷം അടുത്ത് ചെയ്യുന്നത് അവർ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്കാംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ജോബ് ബേസ്ഡ് സ്കാം, പിന്നെ വർക്ക് ഫ്രം ഹോം ഭയങ്കര വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട, വീട്ടിൽ ഇരുന്ന് നിങ്ങൾ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ചെയ്യേണ്ട ജോലി എന്താണ്,
നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അതിന് ലൈക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് വായിച്ചിട്ട് അതിലെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്താൽ മതി. ലിങ്ക് ഷെയർ ചെയ്ത് ലിങ്ക് ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്താൽ ഓരോ തവണ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത്, നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആൾക്കാരുടെ ഒരു കുറേ ബേസിക് ഇമോഷൻസ് ഉണ്ട് നമുക്ക്. അതാണ് ഈ ക്രിമിനൽസ് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞത് കൂടുതൽ ഗ്രീഡി എന്നുള്ളൊരു ഇമോഷനാണ് ഇല്ലേ. നമുക്കൊരു 10 കിട്ടുമ്പം 100 കിട്ടിയേക്കുള്ള, 100 കിട്ടിയാൽ 1000 കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ ഞാൻ ഒരു ദിവസം എന്താ എനിക്ക് ജോലി, ഒരു 10 പോസ്റ്റ് ലൈക്ക് ചെയ്യണം, എനിക്ക് എമൗണ്ട് കിട്ടും. ആദ്യം പറയും എന്താ, എൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ ഇത്ര അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീ അടയ്ക്കും, നമ്മളവിടെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, പക്ഷേ പൈസ പോയി. ഇങ്ങനെയുള്ള പല കേസസിലും ട്രേഡിങ് പോലുള്ള കേസിൽ ഇതുപോലെ പൈസ കൊടുത്ത് ആദ്യമൊക്കെ കുറച്ച് പ്രോഫിറ്റ് കിട്ടും, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ എമൗണ്ടുകൾ കുറച്ച് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, എപ്പോഴും നമ്മൾ എന്താ ഈ ചെറിയ ഇരയെ കൊടുത്തിട്ട് ഈ വലിയ തിമിംഗലത്തെ പിടിക്കുന്ന കണക്കുള്ള ഒരു അപ്രോച്ചാണ് ചെയ്യുന്നത്. ആദ്യം ഞാനൊരു കുറച്ച് പൈസ ഇടും, എന്താ എപ്പോഴും ആൾക്കാർ ടെസ്റ്റ് ചെയ്യും, ഓക്കെ ഇത് സത്യമാണോ അല്ലേ, പോയാൽ ഇത്ര പൈസയല്ലേ ഉള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ സംഭവം കൊള്ളാലോ. അതെ, എല്ലാം അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ത്രഷോൾഡ് അങ്ങ് കഴിയുമ്പോൾ പിന്നെ പോകുന്ന പോക്ക് എല്ലാം കൂടെ ആയിരിക്കും. ശരിക്കും ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു അപകടം എത്രത്തോളമായിരിക്കും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും വലിയ ഒരു കാറ്റഗറിയാണ് ഫിഷിംഗ് എന്നുള്ളത്. ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള എവിടെ നിന്നെങ്കിലും ഉള്ള മെയിലാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ദോഷകരമായ രീതിയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി ഈ ഒരു മെയിൽ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫിഷിംഗ് ഇമെയിലാണ് പറയുന്നത് വാക്സിൻ്റെ സ്ലോട്ട്. കാര്യം ആ സമയത്ത് വാക്സിനേഷൻ ഡിമാൻഡായിരുന്നു. കാര്യം അറിയാലോ, നമ്മൾ മറ്റേ കോവിൻ പോർട്ടൽ വഴി ഇപ്പം ഓപ്പൺ ആകുമ്പോൾ രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്ന സമയത്താണ്. ആ ഒരു സിറ്റുവേഷൻ ആൾക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഇമെയിൽസും കാര്യങ്ങളും വന്ന് ആൾക്കാരെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും, മിക്കവാറും ബാങ്കിൻ്റെ ക്രെഡൻഷ്യൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട് പേ ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞാണ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ 10 രൂപയ്ക്ക് വരാൻ ചിലപ്പോൾ പോകുന്നത് 10,000 ലക്ഷങ്ങളോ ആയിരിക്കും. അതാണ് ഫിഷിംഗ് എന്നുള്ളത്. ഇനി ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ഞാൻ ഒരു ഫിഷിംഗ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ലിങ്ക് ആണെങ്കിൽ അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ അതെന്ത് ചെയ്യും, അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോയിട്ട് ചിലപ്പം ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തോന്നിക്കുന്ന ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എനിക്ക് വന്നത് എൻ്റെ SBI ബാങ്കിൽ നിന്ന് അതുപോലത്തെ ഇമെയിൽ എല്ലാം വെച്ച് SBIയുടെ ലോഗോ എല്ലാം വെച്ചുള്ളൊരു ഫേക്ക് ഇമെയിൽ ആയിരിക്കും എനിക്ക് വരുന്നത്. ആ ഇമെയിൽ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അത്ര ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്ന എന്താ, SBIയുടെ പേജ് കണക്കിരിക്കുന്ന എന്നാൽ ഫേക്ക് ആയിട്ടുള്ളൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ലേഔട്ട് സെയിം ആയിരിക്കും, ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരിക്കും. അവിടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുക്കണം. ഞാൻ ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പം അത് എന്ത് ചെയ്യും, എററായിരിക്കും, കണക്ഷൻ ഇഷ്യൂ എന്നുമല്ലോ, ട്രൈ ലേറ്റർ എന്നുമല്ലോ ആയിരിക്കും ഒരു മെസ്സേജ് വരുന്നത്. പക്ഷേ ആ സമയം കൊണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് കിട്ടി, എൻ്റെ യൂസർ നെയിമും പാസ്വേഡും അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് വെച്ച് വേണമെങ്കിൽ എൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിൽ കയറാമല്ലോ. അങ്ങനെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ കയറിയ ശേഷം പിന്നെ വേണമെങ്കിൽ വേറൊരു ഇതേപോലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫ്രോഡ് വഴി എൻ്റെ OTP കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഒരു കാറ്റഗറി. സെക്കൻഡ് എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൈറസോ മാൽവെയർ ആയിരിക്കും എൻ്റെ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫോണിലോട്ടോ ഇൻസ്റ്റാൾ ആവുന്നത്. എൻ്റെ ഫോണിലോട്ട് ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഫുൾ കൺട്രോളും അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു സൈബർ ക്രിമിനലിന് കിട്ടും. എൻ്റെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആയല്ലോ. വീഡിയോ റെക്കോർഡ് ചെയ്യാം, എൻ്റെ കണ്ടൻസ്, എൻ്റെ ഫോണിലെ കോണ്ടൻസ് ഫുൾ എടുക്കാം, ഗാലറി ആക്സസ് ചെയ്യാം, എനിക്ക് വരുന്ന കോൾ, വാട്സപ്പ് ചാറ്റ് എന്ത് വേണോ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിലാണെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോൾ എടുക്കാൻ പറ്റും. ഈ 2 ആസ്പെക്ട്സിലാണെങ്കിൽ പോലും അത് ഡേഞ്ചറാണ്. ഇത്ര കാര്യമുള്ളൂ. എനിക്കൊരു ലിങ്ക് വരുമ്പോൾ പലപ്പോഴും ഇങ്ങനൊരു മെയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും ആ മെയിലിൽ അവർ ഫുൾ URL കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ www.google.com എന്നാണ് ഫുൾ URL എങ്കിൽ അതവർ കൊടുക്കത്തില്ല. അവർ പറയുന്നത് ക്ലിക്ക് ഹിയർ,
അത്ര ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത് വേറെ വെബ്സൈറ്റിലായിരിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാക്ടറുണ്ട്, നമ്മൾ ആ URL ഏതെന്ന് ശ്രദ്ധിക്കണം. ഇപ്പം SBI ആണെങ്കിൽ onlinesbi.co.in അങ്ങനെ എന്താണ് ആ കറക്റ്റ് URL ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ നമ്മളെ നോക്കാതെ നമ്മൾ പലപ്പോഴും ഡിലേ ഔട്ട് മാത്രമാണ് നോക്കുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പം വെരി റീസെൻ്റ്ലി നമ്മുടെ RBIയുടെ ഇനിഷ്യേറ്റീവ്സിൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പലപ്പോഴും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ .gov.in എന്നാണ് അതിൻ്റെ ഡൊമൈൻ. Kerala.gov.in, cybercrime.gov.in. അത് ആ ഡൊമൈൻ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാനേജ് ചെയ്യുന്ന ഗവൺമെൻറ് എൻറ്റിറ്റിയാണ്. ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് മാത്രമേ ആ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ .com ആർക്കാണ് പർച്ചേസ് ചെയ്യാം, ആർക്കാണ് പർച്ചേസ് ചെയ്യാം, co.in ആർക്കാണ് പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ onlinesbi.co.in ആർക്കാണ് പർച്ചേസ് ചെയ്യാം. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് പുതിയൊരു ഡൊമൈൻ തന്നെ കൊണ്ടുവരിക. എനിക്കൊന്ന് April 15 തൊട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ബാങ്കുകളുടെയും ഡൊമൈൻ എന്ന് പറയുന്നത് ഇനി തൊട്ട് bank.in ആയിരിക്കും. ഇനി നോൺ ഫിനാൻഷ്യൽ ബാങ്ക് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് NFBC, അവർക്ക് fin.in ആയിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഓൺലൈൻ SBI മാറുന്നത് onlinesbi.bank.in ആയിരിക്കും. അത് വേർതിരിക്കാൻ പറ്റുന്നതല്ലേ? വേർതിരിക്കാൻ പറ്റും. bank.in എനിക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അത് രജിസ്ട്രേഡ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമേ ആ ഡൊമൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പം ഒരു ക്ലിയർ ആയിട്ടൊരു ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. എന്താണ്, നിങ്ങൾ ബാങ്ക് ആണെങ്കിൽ നോക്കേണ്ടത് bank.in ആയിരിക്കണം അതിൻ്റെ ഡൊമൈൻ എന്നുള്ളത്. കുറച്ചും കൂടെ ആൾക്കാർക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാനും ഇങ്ങനെയുള്ള ഫ്രോഡുകൾ ഒഴിവാക്കാനുമായിട്ടാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത്.